ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനാണ് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. ചെറിയ ആളൊന്നും അല്ല കേട്ടോ. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ വലിയ മഹാനാണ്. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ ശിഷ്യനുമാണ്. താബിഈയാണ് സാബിത്ത് റളിയല്ലാഹു അൻഹു. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു താബിഈയാണ്, വലിയ മഹാനാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ പ്രമുഖനായ ശിഷ്യനാണ്. ഈ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഖബറിൽ നിസ്കരിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം. അത് പലരും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഖബറിൽ മരണശേഷം നിസ്കരിക്കുന്നതായി പലരും കണ്ടിട്ടുണ്ട്. മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ മഹാപണ്ഡിതനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ സാബിത്തുൽ ബുന്നാനി എന്നവര് മഹാനവരുകളുടെ ഖബറിന്റെ സമീപത്ത് ഞാൻ ഒരിക്കൽ ചെല്ലുമ്പോൾ, സഈദ് ബിൻ ജുബൈർ പറയാണ്, സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ സമീപത്ത് ഞാൻ ചെന്നപ്പോ ആ ഖബറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു നിൽക്കാം. അപ്പൊ ഈ മണൽ തരികൾ കൂടുതലുള്ള ഭാഗത്താണ് ആ ഖബറുള്ളത്. അപ്പൊ ഇഷ്ടിക പോലെയുള്ള എന്തോ വെച്ച് ഇങ്ങനെ കെട്ടിയാണ് ഖബറുണ്ടാക്കിയിട്ടുള്ളത്. ഖബറിന്റെ ഭാഗത്ത് ചെറിയ ഇടിവ് കണ്ടപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു വലിയ ഇഷ്ടിക ഇടിഞ്ഞ് ഖബറിന്റെ അകത്തേക്ക് വീണ് കിടക്കാം. ഞാൻ ഒന്ന് കുനിഞ്ഞിട്ട് പതുക്കെ അതിന്റെ അടിയിലേക്ക് നോക്കിയപ്പോ ആ സമയത്ത് ആ ഖബറിന്റെ അകത്ത് നല്ല പ്രകാശ. ഈ ഇഷ്ടിക ഇടിഞ്ഞ് താഴെ പോയിട്ട് കുറെ നാളായിട്ടുണ്ട്. ഞാൻ അതിലൂടെ അങ്ങനെ ഖബറിന്റെ അകത്ത് ഇപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു മൂളന ശബ്ദം കേൾക്കാം. മൂളുന്ന ശബ്ദം, മുരടുന്ന ശബ്ദം കേൾക്കാം. നമ്മളാണെങ്കിൽ ഇപ്പൊ അവിടെ വേറൊരു ഖബർ താത്തേണ്ടി വരും. ഖബറിന്റെ അകത്തുനിന്ന് അങ്ങനെ സൗണ്ട് കേട്ടാ. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ അതിന്റെ അകത്തുനിന്ന് ഖുർആൻ ഓതുന്ന ശബ്ദമാ മഹാനായ സാബിത്തുൽ ബുന്നാനിയുടെ ഖബറിൽ നിന്ന് കേൾക്കാം. സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് ഇമാം ഇസ്മാഈൽ അൽ ഹഖ് ബറൂസവി റൂഹുൽ ബയാനിൽ ഈ സംഭവം പറയുന്നുണ്ട്. അത്രയും വലിയ മഹാനാണ് സാബിത്തുൽ ബുന്നാനി. മഹാനവരുകള് ധാരാളം ഖുർആൻ ഓതുമായിരുന്നത് മരിച്ചു കഴിഞ്ഞിട്ടും ഓതി. മഹാനായ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിന്റെ റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ മിഅ്റാജിന്റെ യാത്രയിൽ കണ്ടു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി ഖബറിൽ നിസ്കരിക്കുന്നത് മിഅ്റാജിൽ ഹബീബായ നബി തങ്ങൾ കണ്ടു. ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിലെ ഒരു ഖബറിൽ മഹാനവറുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ സമീപത്തോടെ റസൂലുള്ളാഹി നടന്നു വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സാബിത്തുൽ ബുന്നാനി തങ്ങൾ ഖബറിൽ ഒരുപാട് ഖുർആൻ ഓതുന്ന ശബ്ദം പുറത്തേക്ക് കേൾക്കാമായിരുന്നു. അത്രയും വലിയ മഹാൻ. ഞാൻ ഒന്ന് പറയാണ് ആമുഖമായി, ധാരാളം ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം ആ ഖബറിൽ നിന്നും നാട്ടുകാര് കേൾക്കുമായിരുന്നു. റൂഹുൽ ബയാനിൽ കാണാം, വകാനു യസ്മഊനൽ ഖുർആന കസീറൻ മിൻ ഖബ്രിഹി. സാബിത്തുൽ ബുന്നാനിയുടെ ഖബറിൽ നിന്നും ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം ജനങ്ങൾ ധാരാളം കേട്ടിരുന്നു. താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ ഒരു ഹദീസ് നിവേദനം ചെയ്യുന്ന പരമ്പരയിലുണ്ട് എങ്കിൽ ആ ഹദീസിനെ പറ്റി സ്വഹീഹ് എന്ന് പറയാ അത്ര വലിയ യോഗ്യനാണ്. ബസ്രാക്കാരനായിരുന്നു. മഹാനവറുകൾ ഒരു ദിവസം ഒരു ഖത്തം ഓതുമായിരുന്നു. ചിലപ്പോൾ പകല് മാത്രം ഒരു ഖത്തം, ചിലപ്പോൾ രാത്രി കൊണ്ട് ഒരു ഖത്തം. അല്ലാഹു സമയം കൊടുക്കും. സമയത്തിൽ മഹാനവറുകൾക്ക് ഓതാനുള്ള തൗഫീഖ് കൊടുക്കും. നമ്മൾ ഒരു നന്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാൽ അല്ലാഹുവിന്റെ തൗഫീഖ് പിന്നാലെ വരും. നിയ്യത്ത് നന്നായാൽ മതി. ഒരു യുഗം മുഴുവനും നോമ്പ് പിടിക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ആയുസ്സിൽ അധിക ദിവസവും നോമ്പ് തന്നെയായിരുന്നു. അനസ് ബിൻ മാലിക് എന്ന മഹാനായ സ്വഹാബിയുടെ കൂടെ 40 കൊല്ലം നടന്ന ആളാ, ചെറിയ ആളല്ല. അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ഒരുപാട് ആയുസ് ജീവിച്ച മഹാനാണ്. 100-ലധികം വയസ്സുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ 10 വർഷത്തെ ഖാദിമായ സ്വഹാബിയുടെ കൂടെ സാബിത്തുൽ ബുന്നാനി 40 കൊല്ലം നടന്നിട്ടുണ്ട്. മഹാനായ സാബിത്തുൽ ബുന്നാനി 86 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. സാബിത്ത് ബിൻ ബുന്നാനി റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ഇറക്കുമായിരുന്നു.
اللهم إن كنت أعطيت أحدا الصلاة في قبره فأعطني الصلاة في قبري. അല്ലാഹുവേ, സാബിത്ത് റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ഇറക്കും, പടച്ച റബ്ബേ, ഒരാൾക്ക് മരിച്ച് ഖബറിൽ ചെന്നിട്ട് നിസ്കരിക്കാൻ നീ അവസരം കൊടുക്കുമെങ്കിൽ, അങ്ങനെ ഖബറിൽ നിസ്കരിക്കുന്ന ഒരു നിസ്കാരക്കാരൻ ഉണ്ടാകുമെങ്കിൽ ആ നിസ്കാരക്കാരനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അതിനുള്ള തൗഫീഖ് നീ നൽകണേ എന്ന് മഹാൻ ദുആ ചെയ്യുമായിരുന്നു. അതടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷം മഹാനവറുകൾക്ക് അല്ലാഹു ഖബറിൽ നിസ്കരിക്കാൻ അനുവാദം കൊടുത്തത് ഖബറിന്റെ പുറത്ത് നിന്ന് ആളുകൾ കണ്ടിട്ടുമുണ്ടേ. ഈ സാബിത്തുൽ ബുന്നാനി തങ്ങൾ വിഷയത്തിലേക്ക് വരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലിരിക്കുമ്പോൾ മഹാനായ അനസിനോട് മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഓ പ്രിയപ്പെട്ട അനസ് എന്നവരെ, അള്ളാന്റെ ഹബീബിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നേരെ ഇരുന്ന് കേട്ട ആളല്ലേ, ചോദിക്കട്ടെ, എന്തെങ്കിലും കേട്ടതൊന്ന് പങ്കുവെക്കുമോ? അനസ് ബിൻ മാലിക് പറയാൻ തുടങ്ങി, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് സാബിത്തേ. എന്താണ് പറയണേ? അള്ളാന്റെ ഹബീബ് പറഞ്ഞത് ഇതാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ലമിന ദൈനൽ അബ്ദി ദസ്തദാന ഫീ സലാസ. കടത്തോടുകൂടെ ഒരാൾ മരിച്ചാൽ 3 കാരണം കൊണ്ട് വന്ന കടമാണ് എങ്കിൽ ആ 3 കാരണത്തിന്റെ പേരിലുള്ള കടം അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. കടത്തോടുകൂടെ മരിച്ചാൽ രക്ഷയില്ല, അല്ലാഹു കാക്കട്ടെ. കടം വീട്ടണം ജീവിച്ചിരിക്കുന്നവർ എത്രയും പെട്ടെന്ന്. കടം 2 തരം, ഒന്ന് അല്ലാഹുവുമായി ബന്ധമുള്ള കടം, 2 സൃഷ്ടികളുമായി ബന്ധമുള്ള കടം. അല്ലാഹുവുമായി ബന്ധമുള്ള കടം, ഈ മരിച്ച ആള് ജീവിച്ചിരുന്ന ഏതോ ഘട്ടത്തിൽ അവന് സമ്പത്തുണ്ടായിരുന്നു, 10 സെന്റ് ഭൂമി അവന്റെ പേരിൽ സ്വന്തമായിട്ടുണ്ടായിരുന്നു, അവന് ഹജ്ജ് നിർബന്ധമായതാ. അവന്റെ പേരിൽ അത്ര സ്വത്ത് വന്നാൽ അവന് ഹജ്ജ് നിർബന്ധമായി. ഹജ്ജിന് പോകാനുള്ള സ്വത്ത് അവന്റെ പേരിൽ എപ്പോഴെങ്കിലും വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമായി. പിന്നീട് അതൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞു. അതൊരു കട. സക്കാത്ത് കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ല, കടാണത്. മരിച്ചാൽ അനന്തരാവകാശി ആദ്യം ആ കടം വീട്ടണമെന്നാണ്. നോമ്പ് കുറെ കലാ വീട്ടാനുണ്ട്, മൂപ്പര് കലാ വീട്ടിയിട്ടില്ല, അതിന്റെ ഫിദിയം കൊടുത്തിട്ടില്ല, അത് അനന്തരാവകാശി കടം വീട്ടണം. ഈ അടുത്ത ഒരു ഹാജിയാര് ഒരുപാട് പണമുള്ള ആളാണ്, 5 ടൺ അരി അദ്ദേഹത്തിന്റെ മരണപ്പെട്ട കുടുംബാംഗങ്ങളുടെ നോമ്പ് പിടിക്കാത്ത കഫാറത്ത് 30 കൊല്ലത്ത് കണക്കൂട്ടിയിട്ട് ഒരു നാട്ടിലേക്ക് കൊടുത്തയച്ചു. 5 ടണ്ണോളം വരുന്ന ഒരു വലിയ ലോറി നിറയെ അരി കൊടുത്തയച്ചു. ഉമ്മാന്റെയും വാപ്പാന്റെയും ഒക്കെ കൂടിയിട്ട് അവരുടെ ആയ കാലത്ത് നോമ്പ് പിടിക്കാതെ വിട്ടുപോയത് അവരുടെ മരണാനന്തരം ആ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വാപ്പാടുമാടും കടം വീട്ടി. മനസ്സിലായില്ലേ? ഇതൊന്നും നമുക്ക് കടല്ല. നമുക്ക് കടന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനറി കടയിലെ കടം, അതുപോലെ തന്നെ ബാങ്കിലെ കട, ഇതൊക്കെ കടം. കേട്ടോളൂ, സൃഷ്ടികളുമായുള്ള കടങ്ങളുണ്ട്, പക്ഷെ കടത്തിൽ അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യൂല. കടത്തിന്റെ അവകാശി ചോദിച്ചാൽ അത് കൊടുത്തേ പറ്റൂ. കടത്തിന്റെ അവകാശിക്ക് കൊടുക്കാനില്ലെങ്കിൽ ചെയ്ത അമല് കൊടുക്കണം. നീ കൊടുക്കാനുള്ള അമല് ഇല്ലെങ്കിൽ അവകാശിയുടെ പാപം ഇങ്ങോട്ട് ഏറ്റെടുക്കണം. അങ്ങനെ ആ കടം വീട്ടല് അല്ലാഹു കാക്കട്ടെ. അതാണ് കടം. എന്നാൽ 3 തരത്തിൽ വന്ന കടങ്ങൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കും. അവിടെ കടത്തിന്റെ അവകാശിക്ക് അല്ലാഹു കൊടുക്കാൻ എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ കൊടുക്കും. ഇവന്റെ കയ്യിൽ വേണമെന്നില്ല. എന്താണ് ആ 3 കടമെന്നറിയുമോ? ഒന്നാമത്തെ കടം മിൻ ഖിബലിൻ നിക്കാഹി മഖാഫത്തൽ ഫുജൂർ. ഒരാള് മഹർ വാങ്ങാൻ വേണ്ടിയിട്ട് കടം എടുത്തു. ഇവൻ മഹർ വാങ്ങി, ഇപ്പൊ നിക്കാഹ് കഴിച്ചില്ലെങ്കിൽ ഇവൻ വ്യഭിചരിക്കാൻ പോകുമെന്നുറപ്പാ. അപ്പോൾ കടം വാങ്ങി മഹർ വ്യഭിചരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹർ കടം വാങ്ങി നിക്കാഹ് കഴിച്ചത്. അവൻ അതിനുശേഷം ആ കടം വീട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അത് വീട്ടാനുള്ള ഒരു പണവും അവന്റെ ജീവിതത്തിൽ വന്നതേ ഇല്ല. അങ്ങനെയൊന്നും സാധിച്ചോളണമെന്നില്ലട്ടെ ഈ കാലഘട്ടത്തിൽ. ആ ആളുടെ കടം അല്ലാഹു ഏറ്റെടുക്കും. ആരിൽ നിന്നാണോ വാങ്ങിയത് ആ കടത്തിന്റെ ഉടമസ്ഥനെ തൃപ്തിപ്പെടുത്തി അല്ലാഹു ഇവന്റെ കടം ഒഴിവാക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹു ഒഴിവാക്കുന്ന 2ാമത്തെ കടമുണ്ടല്ലോ,
മുസ്ലിമീങ്ങളുടെ ഒരു പൊതുപ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരാള് സ്വയം കടമേറ്റെടുത്ത് മുസ്ലിമീങ്ങളുടെ ഒരു പൊതുപ്രശ്നം പരിഹരിച്ചു കൊടുത്തു. ആ കടമ അയാള് വ്യക്തിപരമായി ഏറ്റെടുത്തതാ. വീട്ടാനുള്ളത് ജീവിതത്തിൽ ഉണ്ടായില്ല, സമ്പാദിച്ചതുമില്ല. അയാൾ കുറെ ശ്രമിച്ചു, നടന്നില്ല. പക്ഷെ പെട്ടെന്ന് മരണവും സംഭവിച്ചു. ഈ കടം നാട്ടുകാർ വീട്ടിയില്ലെങ്കിലും അള്ളാഹു അത് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നബി പറഞ്ഞത് ഞാൻ കേട്ടു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. മൂന്നാമത്തെ കടം, നാട്ടിലൊരു മയ്യത്ത് മറവ് ചെയ്യണം. മയ്യത്തിന് കഫൻ പുടവ വാങ്ങാൻ നാട്ടിൽ ഒരാളുടെയും കയ്യിൽ കാശില്ല. അപ്പോഴുണ്ട് ഒരു വ്യക്തി പോയി കടം വാങ്ങി അടുത്ത നാട്ടിൽ പോയി. എന്നിട്ട് ആ കടം വാങ്ങിയ പണം കൊണ്ട് കഫൻ പുടവ വാങ്ങി. ആ കഫൻ പുടവ വേറൊരു സഹോദരന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടിയുള്ള കഫൻ പുടവയ്ക്ക് കടം വാങ്ങിയതല്ലേ? കഫൻ പുടവയുടെ തുണി വാങ്ങാൻ കടം വാങ്ങിയ പണം കടം വീട്ടാതെ ഇവൻ മരിച്ചു. അതിനുള്ള ആവതുണ്ടായില്ല. എന്നാൽ അതിന്റെ പേരിലും ഇവന്റെ കടം അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുമെന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ സാബിത്തുൽ ബുന്നാനി എന്ന മഹാനായ താബിഈ അവർക്ക് വലിയ സന്തോഷായി. ഇത് പഠിച്ചു വെച്ചു. 3 കടങ്ങൾ. ഈ 3 കടങ്ങളെ കുറിച്ച് ആദ്യമായി കേട്ട അറിവ്. അങ്ങനെ സാബിത്തുൽ ബുന്നാനി തങ്ങൾ ഒരു യാത്ര പോയി. യാത്ര പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന താബിഈങ്ങളുടെ നേതാവുണ്ട്, ഹസൻ ബസ്രി എന്ന ആ മഹാന്റെ പേര്. സാബിത്തുൽ ബുന്നാനി എന്ന ഈ മഹാനായ താബിഈ ഹസൻ ബസ്രി എന്ന മഹാനായ സയ്യിദു താബിഈന്റെ മുന്നിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഹസനേ, ഒരു സന്തോഷം പറയട്ടെ. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് എന്ന മഹാനവറുകൾ എനിക്കൊരു ഹദീസ് പഠിപ്പിച്ചു തന്നേ. 3 വിഭാഗത്തിന്റെ കടം അള്ളാഹു വീട്ടിക്കൊടുക്കുമെന്ന ഹദീസ്. അപ്പോ ഹസൻ ബസ്രി എന്നോട് ചോദിച്ചു, ആരാ 3 വിഭാഗം? അനസ് തങ്ങൾ പറഞ്ഞ 3 വിഭാഗത്തെ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം വ്യഭിചാരം പേടിച്ചിട്ട് കടമായി മഹർ വാങ്ങിയവൻ. രണ്ടാമത്തെ വിഭാഗം മുസ്ലിമീങ്ങളുടെ പൊതു പ്രശ്നം പരിഹരിക്കാൻ കടം വാങ്ങിയവൻ. നാലാമത്തേത് ഒരു മുസ്ലിമായ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി കഫൻ പുടവ കടം വാങ്ങിയവൻ. മഹാനായ ഹസൻ ബസ്രി പറഞ്ഞു, സാബിത്തേ, അനസ് എന്ന് പറയുന്ന സ്വഹാബിക്ക് നല്ല പ്രായമുണ്ടല്ലോ, 100 വയസ്സോടടുത്തു. അനസ് തങ്ങൾക്ക് ഓർമ്മ കുറവ് വന്നിട്ടുണ്ട്. ഈ ഹദീസിൽ കുറച്ചുകൂടി ബാക്കി പറയാൻ അനസ് വിട്ടുപോയതാണ്. എന്താണ് ആ ബാക്കി പറയാൻ വിട്ടുപോയതെന്നറിയുമോ? 4 പേരുടെ കടമാണ് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യാ. ഈ പറഞ്ഞതിന്റെ കൂടെ 4മതൊരാളും കൂടിയുണ്ട്. 4മതൊരാളോ? അതെ, 4മതൊരാളുണ്ട്. ആ ആള് ആരാണെന്നറിയോ? കുടുംബം പുലർത്താൻ വേണ്ടി, പൊന്നുമക്കളുടെ കരച്ചിൽ കേട്ട നേരത്തെ ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി പലചരക്ക് കടയിൽ നിന്നും കടം വാങ്ങി ആ കടം വീട്ടാൻ കഴിയാതെ അവൻ മരിച്ചു പോയാൽ പലചരക്ക് കടക്കാരൻ മയ്യത്ത് കൊണ്ടുവന്ന് കടബാധ്യതയെ കുറിച്ച് ഉസ്താദ് ചോദിച്ചപ്പോ നാണക്കേട് കൊണ്ട് പറയാനും നിന്നില്ല, പൊരുത്തപ്പെട്ടു കൊടുത്തതുമില്ല. നാളെ പലചരക്ക് കടക്കാരൻ മഹ്ശറയിൽ വരുമ്പോ കുടുംബം പുലർത്താൻ വേണ്ടി കടം വാങ്ങിയവന്റെ കടം അല്ലാഹു ഏറ്റെടുക്കും എന്നതുകൂടി ഈ ഹദീസിന്റെ ബാക്കിയിൽ റസൂലുള്ള പറഞ്ഞത് അനസ് മറന്നതാണെന്ന് സയ്യിദുനാ ഹസൻ ബസ്രി. മനസ്സിലായില്ലേ? അതാണ് അല്ലാഹു ഏറ്റെടുക്കുന്ന കടമാണ്. അല്ലാഹു ഏറ്റെടുക്കും. കുടുംബം പുലർത്താൻ വേണ്ടി ഇറങ്ങിയവന് വേണ്ടി മലക്ക് ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 2 മലക്കായി ഇറങ്ങി വരാം. സ്വഹീഹ് മുസ്ലിം. ഓരോ പ്രഭാതത്തിലും 2 മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ടോ ആ 2 മലക്കുകളിൽ ഒരു മലക്ക് ദുആരക്കും, മറ്റേ മലക്ക് ആമീൻ പറയും. അല്ലാഹുമ്മ അൻഫിക്, അല്ലാഹുമ്മ 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 അഅതി മുൻഫിഖൻ ഖലഫാ വഅതി മുംസികൻ തലഫാ. പടച്ചോനെ, കുടുംബത്തിന് വേണ്ടി ചെലവാക്കാൻ ഇറങ്ങിയവന് നീ കൊടുക്കുക അല്ലാഹ്. അങ്ങനോട് ആരോഗ്യം കൊടുക്കാം, ഒഴിവ് സമയം കൊടുക്കാം, സമാധാനം കൊടുക്കാം, സന്തോഷം കൊടുക്കാം. കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാൻ പോണവന്, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഉമ്മാക്ക്, ഭാര്യക്ക്, സഹോദരിക്ക്, ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സഹോദരന് നീ കൊടുക്കുക അല്ലാഹ്. എന്തൊക്കെ വേണമൊക്കെ കൊടുക്കണേ അല്ലാഹ് എന്ന് മലക്ക് ദുആരക്കും. സ്വഹീഹ് മുസ്ലിം. ഖാല റസൂലുള്ളാഹി. മറ്റേ മലക്ക് ആമീൻ പറയും.
അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് ഒരാള് ഫക്കീറിന്റെ അവസ്ഥയിലേക്ക് എത്തൂല. പലപ്പോഴും പറയാറുണ്ട്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ സമ്പാദിച്ചതും പണിയെടുത്തൊന്നും കാണാനില്ല, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പണിയെടുത്തതുണ്ട്. ഒന്ന് ആലോചിച്ചൊക്കെ ശരിയത്. കല്യാണത്തിന് മുമ്പ് എത്ര പണിയെടുത്തതിന്റെ കയ്യും കണക്കുണ്ടാവില്ല, പക്ഷെ സമ്പാദിച്ചത് കല്യാണ ശേഷം. അപ്പൊ സഹോദരിമാരെ എന്തിക്കാതെ ഞാൻ വന്നതിന്റെ മെടുക്കാതൊന്നുമല്ല, കല്യാണ ശേഷം കുടുംബം ആയി അതിന്റെ ബർക്കത്താണെന്ന പുണ്യ നബി. സഹോദരിമാരുടെ മെടുക്കൊക്കെ ഉണ്ടാവും, ശരിയായിരിക്കാം, അത് നമ്മൾ നിരാകരിക്കുന്നില്ല. പക്ഷേ കുടുംബമായതിന്റെ പേരിൽ ബർക്കത്ത് കൂടും. വിവാഹിതൻ കുടുംബനാഥൻ ഫഖീറാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ ഖജനാവ് അതിൽ നിന്നും അള്ളാഹു കൊടുത്തവനെ സമ്പന്നനാക്കാം. സമ്പന്നത എന്ന് പറഞ്ഞാൽ നഫ്സാണ്, മനസ്സിന്റെ തൃപ്തിയാ. ഒരുപാടുണ്ടാവണമെന്നില്ല, ഒരു ഭയങ്കര റാഹത്ത്. അത് കിട്ടും. അത് കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിന്റെ മാർഗത്തിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ കേട്ടോളൂ, മഹാനായ ഹബീബായ നബി തങ്ങൾ പറയാണ്, മൻ തലബ ദുനിയാ ഹലാല ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല വസ്സഅയൻ അലാ ഇയാലിഹി വതഅഫഫൻ അലാ ജാരിഹി ജാഅ യൗമൽ ഖിയാമത്തി വജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി ഖാല റസൂലുള്ളാഹി. കുടുംബം പുലർത്താൻ വേണ്ടി ഒരാൾ ജോലിക്ക് പോയി, ആരോടുമില്ലായ്മ പറയാതിരിക്കാൻ വേണ്ടി, തന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ജോലിക്ക് പോയി. നാട്ടുകാരുടെ മുന്നിൽ തന്റെ ഇല്ലായ്മയും വല്ലായ്മയും അറിയേണ്ടതില്ല. ഒരൽപ്പം മിച്ചമുണ്ടെങ്കിൽ അയൽവക്കത്തും കൂടി കൊടുക്കാലോ. എന്റെ കയ്യിൽ അതിനുള്ളത് സേവിങ് വേണമല്ലോ. നല്ല നിയ്യത്താ സ്വതഖ ചെയ്യാൻ. ഈ അടുത്ത എന്റെ ഒരു സഹോദരൻ, എന്റെ ഒരു സുഹൃത്ത് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് സഹോദര നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഒരുപാട് പണമുണ്ടാവാൻ നിങ്ങൾ ദുആ ചെയ്യണേ. ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ചിരിച്ചുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ആരും അങ്ങനെ പറയാറില്ല. എന്തിനാ ചിരിക്കുന്നത്? എനിക്ക് ഒരുപാട് പണം വേണം, അത് മുഴുവനും എനിക്ക് സ്വതഖ ചെയ്യണം. എന്റെ വാപ്പ സ്വതഖ ചെയ്ത് മിസ്കീനായി മരിച്ച മനുഷ്യനാ. എനിക്കറിയാം അദ്ദേഹത്തിന്റെ വാപ്പയെ. ഒരുപാട് പണമുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ഇത്ര കണ്ട് വ്യവസായം നടത്തിയ വേറൊരാളില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ബെൻസ് കാർ ഉപയോഗിച്ച 3 പേരെ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരാൾ ഇദ്ദേഹമാ. അവസാനം മരിക്കുന്നതിന് മുന്നേ മിസ്കീനായി മുഴുവനും സ്വതഖ ചെയ്തു. ആ വാപ്പാന്റെ മകൻ പറയാ, വാപ്പയെപ്പോലെ ഒരു വലിയന്റെ പദവിയിലേക്ക് പോയ വാപ്പ കിതാബോദാൻ പേരമക്കളാകുന്ന സമയത്തും മക്കളോടൊപ്പം വലിയ ദറസിൽ വിദ്യാർത്ഥിയായി പോയ വാപ്പായ മക്കളൊക്കെ ദറസിൽ ഒരുമിച്ച കിതാബോദാൻ പോയേക്കാം. അന്ന് ഈ വല്ലുപ്പാക്ക് പേരക്കുട്ടിയുണ്ട്. അങ്ങനത്തെ വാപ്പ മക്കളോട് വസീയത്തും ചെയ്തു. വാപ്പാടെ ഒരു മരണ നിർദ്ദേശം പോലെ, ഒരു വസീയത്ത് പോലെ, മക്കളെ നിസ്കരിക്കണം എന്നല്ല, അവ്വല് വഖത്ത് ജമാഅത്ത് കളയല്ല എന്നാ പറഞ്ഞത്. നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്. അങ്ങനത്തെ വാപ്പാനെ പോലെ എനിക്കും ആവണം, കുറെ പണം ഉണ്ടാവാൻ വേണ്ടി ദ്വാരക്ക്. എനിക്കത് സ്വതഖ ചെയ്യാനാ ഉസ്താദേ എന്ന്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അയൽവക്കത്ത് കൊടുക്കണം. ഒരൽപ്പം, ഒരു കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അവർക്കും കൂടി കൊടുക്കണം. ഈ നിയ്യത്തിന്റെ പേരിൽ ഒരാൾ ജോലിക്കും പണിക്കും പോകുന്നു എന്നാൽ അവൻ നാളെ ഖിയാമത്ത് നാളിൽ വരുന്നത് ഏതുപോലെ എന്നറിയുമോ? ജാഅ യൗമൽ ഖിയാമത്തി വജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി. പരിപൂർണ നിലാവുള്ള രാത്രിയിൽ അമ്പിളി ആകാശത്ത് എങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നുവോ, ഖിയാമത്ത് നാളിൽ കോടിക്കണക്കിന് ആളുകളിൽ ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന പോലെ, ആ ചന്ദ്രോദയത്തിന്റെ പ്രകാശം പോലെ ഇവന്റെ മുഖം പ്രകാശിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കിക്കോ, കുടുംബം പുലർത്താൻ പണിക്ക് പോയവൻ അത് അല്ലാഹു ഖബൂലായ അമലായവനാണ്. ഈ വെളിച്ചമുള്ള മുഖത്തിന്റെ ഉടമ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കേട്ടോളൂ, ഒരു വലിയ ഹദീസാണിത്.
ചിന്തിക്കേണ്ട ഹദീസാണിത്. ഈ ഹദീസിൽ ഹബീബായ നബി തങ്ങൾ 5 അമൽ പറയുന്നുണ്ട്. 5 അമൽ കേട്ടോട്ടോ. അനസ് റളിയല്ലാഹു അൻഹു പറയാം, സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം, പളുങ്കു കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ പുറത്തു നിന്ന് നോക്കിയാൽ ഉള്ളിലുള്ളത് മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു ചില്ലു കൊട്ടാരം, ഒരു രത്ന കൊട്ടാരം. ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തു നിന്ന് നോക്കിയാൽ കാണാം. നിങ്ങൾ കണ്ടിട്ടില്ലേ, അന്തരീക്ഷത്തിലൂടെ പറന്ന് നടക്കുന്ന സോപ്പിൻ കുമിള പോലെയുള്ള മനോഹരമായ തിളക്കമുള്ള അതുപോലത്തെ ഉള്ളിലുള്ളത് മുഴുവൻ കാണാം. പുറത്തുള്ളത് ഉള്ളിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു പളുങ്കു കൊട്ടാരം സ്വർഗത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരു കൊട്ടാരത്തെ കുറിച്ച് റസൂലുള്ളാഹി വർണ്ണിക്കുമ്പോൾ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, വമൻ സുക്കാനുഹാ യാ റസൂലല്ലാഹ്, ആരാ നബിയെ ആ കൊട്ടാരത്തിൽ നാളെ സ്വർഗത്തിൽ പാർക്കാൻ ചെല്ലുന്നത്? അല്ലാഹു തരട്ടെ, അല്ലാഹു സ്വർഗത്തിന്റെ ആ കൊട്ടാരം തരട്ടെ. ആരാ നബിയെ സ്വർഗത്തിന്റെ മനോഹരമായ കൊട്ടാരത്തിൽ പാർക്കാൻ വേണ്ടി നാളെ ചൊല്ലുന്നത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, 5 ഗുണങ്ങളുള്ളവരാണ്. ഒന്നാമത്തെ ഗുണം കേട്ടോളൂ, അല്ലദീന യുത്ഇമൂന തുആം, ആളുകൾക്ക് ഭക്ഷണം കൊടുത്തവനാണ് ഇവൻ എന്ന് പറഞ്ഞ് റബ്ബിന്റെ കോടതിയിൽ പേര് വിളിക്കുന്നവനാ ഒന്നാമത്തെ വിഭാഗം. 5 കൂട്ടർക്കാതുള്ളത്, അല്ലെങ്കിൽ 5 അമല് ചെയ്തവർക്കാതുള്ളത്. ഒന്നാമത്തെ അമല് അല്ലെങ്കിൽ ഒന്നാമത്തെ വിഭാഗം മഹ്ശറയിൽ പേര് വിളിക്കും. ആരാ? പേര് വിളിക്കും, മുഹമ്മദ് സഹൽ എന്ന് വിളിക്കും. പേരിന്റെ കൂടെ ചിലപ്പോൾ വീട്ടുപേര് പറയും, വാപ്പാന്റെ പേര് പറയും, ചെയ്ത ജോലി പറയും, ചെയ്ത പാപം വിളിച്ചു പറയും, എല്ലാം പറയുന്ന മഹ്ശറയിൽ അന്ന് അവിടെ അവനെ വിളിക്കും, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവനാണവൻ എന്ന് വിളിച്ചു പറയുന്ന ഒരാള് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്നതാണ് ഒന്നാമത്തെ സ്വഭാവം, ഒന്നാമത്തെ അമല് അല്ലെങ്കിൽ ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തേത് വയുതയ്യിബൂനൽ കലാം, സംസ്കാരമുള്ള വർത്തമാനം പറഞ്ഞവൻ. പേര് വിളിക്കും, അതിന്റെ കൂടെ സംസ്കാരമുള്ള വർത്തമാനം പറഞ്ഞവൻ, അങ്ങനെയും വിളിക്കും. അതാണ് രണ്ടാമത്തെ ഗുണം അല്ലെങ്കിൽ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തേത് വയുദീമൂന സിയാം, നോമ്പ് ഒഴിവാകാത്തവൻ എപ്പോഴും നോമ്പ്, എപ്പോഴും നോമ്പ്. അങ്ങനെയാ മൂന്നാമത്തെ ഗുണം വിളിച്ചു പറയാ. നാലാമത്തേത് ആ കൊട്ടാരത്തിന്റെ അവകാശിയുടെ നാലാമത്തെ ഗുണം അല്ലെങ്കിൽ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശനം അല്ലാഹു ഖലാ ആക്കിയതായ നാലാമത്തെ വിഭാഗം വയുഫ്ശൂന സലാം, മുസ്ലിമീങ്ങൾക്കിടയിൽ സങ്കോചമില്ലാതെ സലാം പ്രചരിപ്പിച്ചവനാ. അഞ്ചാമത്തെ വിഭാഗം വയുസല്ലൂന ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ മുഴുവനും കിടന്നുറങ്ങുമ്പോ രാത്രി ഹയാത്താക്കി നിസ്കരിച്ചവൻ. ഇങ്ങനെയുള്ള 5 ഗുണങ്ങൾ വിളിച്ചു പറയുമ്പോ അല്ലെങ്കിൽ ഈ 5 വിഭാഗമാണ് ആ കൊട്ടാരത്തിലേക്ക് പോകേണ്ടവരെന്ന് അനൗൺസ് ചെയ്യുമ്പോ സ്വഹാബികളുടെ മുഖം വാടാൻ തുടങ്ങി. നബിയെ പറ്റൂലല്ലോ, അതിന് കഴിയൂല നബിയേ, അതിന് കഴിയൂല നബിയേ. യാ റസൂലല്ലാഹ് ഇന്നഹാ ഉലാഇ അഹ്ലുൽ ലിദാലിക വമൻ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ചെയ്യാൻ പറ്റണവർക്കൊക്കെ പറ്റൂ, ഞങ്ങളെ കൊണ്ട് പറ്റോ നബിയേ? ഞങ്ങൾക്കതിന് കഴിയൂല എന്ന് സ്വഹാബികൾ പറയാം. വിഷമിക്കണ്ട സ്വഹാബ, ഈ 5 നേടാൻ എളുപ്പ വഴി നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 5 നേടാൻ എളുപ്പ വഴിയുണ്ട്. ഒന്നാമത് പറയട്ടെ, ഫമൻ ഖാല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എത്ര ദിക്റായി? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകൾ ഇതുപോലെ ചൊല്ലുന്നവരാരോ അല്ലെങ്കിൽ ഈ 4 ദിക്റുകൾ പതിവുള്ളവരാരോ അവരുണ്ടല്ലോ ഫഖദ് അതാബൽ കലാം, സംസ്കാരമുള്ള വർത്തമാനം പറയുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ ദിക്ർ ചൊല്ലിയവൻ പേര് വിളിക്കും, ഇന്ന പേര്, സംസ്കാരമുള്ള വർത്താനം പറഞ്ഞവൻ, ആ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള ഒരു യോഗ്യത. അപ്പൊ ഈ ദിക്ർ ചൊല്ലിയ ആളാണെങ്കിൽ സംസ്കാരമുള്ള വർത്താനം പറഞ്ഞവൻ എന്ന പേര് വിളിക്കുന്ന കൂട്ടത്തില്
അവന്റെ പേര് ഊട്ടിക്കിടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയും വമൻ തുഅമ അഖിലഹു, ആരെങ്കിലും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുത്തു. ഭാര്യയാണെങ്കിൽ ഭർത്താവ് കൊണ്ടുവന്നത് വെച്ചും വിളമ്പിയും വേവിച്ചും കൊടുത്തു. അത് ഫ്രൂട്ട്സ് ആണെങ്കിലും അത് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഉമ്മ വിളമ്പിയാലാ വിളമ്പലാവോ, അങ്ങനെയുണ്ട്. ഉമ്മ വിളമ്പാൻ പറയും അല്ലെ, ഉമ്മ വിളമ്പിയാലാ വിളമ്പലാവോ. അതൊരു ഭയങ്കര സിസ്റ്റമാണത്. ആ വിളമ്പലിലൂടെ വയറ് നിറയുന്നത് വേറെയാ. കലവും കാലിയാവും വയറും നിറയും. ഒരു ഭയങ്കര വർക്കത്തെ ഉമ്മ വിളമ്പല്. ആ വിളമ്പിയ ഉമ്മാന്റെ പേര് പറയും, അവിടെ വിളിച്ചു പറയും. ആ കൊട്ടാരത്തിലേക്ക് പോവാൻ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത വലിയ വലിയ പണക്കാര് പോകുന്നോടത്തേക്ക് അടുക്കളയിൽ വെച്ച് വേവിച്ച് വിളമ്പിയ ഉമ്മാന്റെ പേര് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിനു വേണ്ടി അധ്വാനിച്ച് കൊണ്ടുവന്ന ഉപ്പാന്റെ പേരും പറയും എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. കാലം മുഴുവൻ നോമ്പെടുത്തവൻ എന്ന പേര് വിളിക്കുന്നോടത്ത് കേട്ടോളൂ കേട്ടോളൂ, റമദാനിന്റെ നോമ്പ് ഭവ്യതയോടുകൂടെ ആത്മാർത്ഥമായി പിടിച്ചാൽ അത് മതി, വേറെ വേണ്ട. നോമ്പ് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ, ആ കൊട്ടാരം പ്രാപിക്കാനുള്ള യോഗ്യരിൽ റമദാന്റെ നോമ്പുകാരെയും വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ പറഞ്ഞു, സലാം പ്രചരിപ്പിച്ചവൻ തടസ്സമില്ലെങ്കിൽ അന്യ പെണ്ണിനോട് അങ്ങോട്ട് പറയാനോ അന്യ പെണ്ണ് ഇങ്ങോട്ട് പറയാനോ പാടില്ല എന്നതൊക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ പറയാം. പറ്റണോടത്തൊക്കെ സലാം പറയാലോ. കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയാമല്ലോ. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് പറഞ്ഞല്ലോ, വീട്ടിലേക്ക് കയറുമ്പോ സലാം പറഞ്ഞോ. യകുൻ ബറക്കത്തൻ ലക വലി അഹ്ലിക, നിനക്കും നിന്റെ കുടുംബത്തിനും അത് ബറക്കത്താകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ കാണുന്നത്. സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ, അത് കാരണം ഈമാൻ ശരിക്കുറക്കുന്നതാ. ഈമാൻ ഉറച്ചവരോ കടക്കും സ്വർഗമിൽ. ഇതുപോലെ തന്നെ ഹദീസ് കാണാം മുസ്ലിമിൽ, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസായി പാടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സലാം പറയണം, വീട്ടിലും പറയണം, സുഹൃത്തുക്കളോട് പറയണം, മുഅ്മിനീങ്ങളോട് പറയണം. അങ്ങനെ പറഞ്ഞാൽ മതി. സലാം പ്രചരിപ്പിച്ചവനാണ് എന്ന ആനുകൂല്യം കൊണ്ട് ആ കൊട്ടാരം പ്രാപിക്കാൻ ഇവന്റെ പേര് വിളിക്കുമെന്ന് പുണ്യ നബി. അഞ്ചാമത് പറയട്ടെ, രാവ് മുഴുവൻ ഹയാത്താക്കി ജനങ്ങൾ ഉറങ്ങുമ്പോ അങ്ങനെ പേര് വിളിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ടല്ലോ, ആ കൊട്ടാരത്തിലേക്ക് പോകാൻ ചെയ്യേണ്ട അമല് മറ്റൊന്നുമല്ല, ഇശാഇന്റെയും സുബഹിയുടെയും നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ ആ രാവ് ഹയാത്താക്കിയ കൂലിയ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ, മരുമോളോട് പറയണം, ഇശായും മഗ്രിബും അല്ലെങ്കിൽ ഇശായും സുബഹി നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാം. ചെറിയ മക്കളുണ്ടാവുമല്ലോ, പിടിച്ചു നിർത്താം. ജമാഅത്തായി നിസ്കരിക്കാൻ വീടിന്റെ അകത്ത് തന്നെ മതിയാകുമല്ലോ. ഇശാഇന്റെയും സുബഹിയുടെയും ജമാഅത്ത് നിസ്കരിക്കുന്ന ഹയാത്താക്കിയ കൂലിയ പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ കബൂലാക്കണേ തമ്പുരാനേ. പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹസ്സലാക്കണേ അല്ലാ. ഒരുപാട് രോഗികൾക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ഒരു ഉമ്മ മഞ്ഞപ്പിത്തം എന്ന ആശങ്കയിൽ പോയതാണ്. ആശയക്കുഴപ്പമായി ഇപ്പോൾ ക്യാൻസർ ആണോ എന്നൊരു സംശയം. ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കാറബേ,
പേടിപ്പെടുത്തുന്ന ഒരു പ്രയാസവും ആവല്ല അല്ലാ. ശിഫാ നൽകണേ തമ്പുരാനെ, ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, ആക്സിഡന്റ് പറ്റിയ ഭാര്യ കോമാ സ്റ്റേജിലാണ്. പ്രിയപ്പെട്ട ഭർത്താവ് ദുആരക്കാൻ പറഞ്ഞു. ഒരു ചലനം മതി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. ഒരു തുമ്മല് മതി, ഒരു ചുമ മതി. അല്ലാഹുവേ, നഖമോ മുടിയോ വളരുന്നില്ല, വല്ലാത്ത അവസ്ഥയില. റഹ്മാനേ, ആ സഹോദരിക്ക് നീ ആഫിയത്തിന് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഭീമമായ സംഖ്യ ചെലവ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കഴിഞ്ഞത്. അല്ലാഹുവേ, അത് മുഴുവനും വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഒരുപാട് ദൂരങ്ങളിൽ നിന്നും സഹോദരിമാര് സഹോദരങ്ങൾ വന്നവരുണ്ട്. അല്ലാഹുവേ, വലിയ കൂലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ മക്കളുടെ തൊഴിലിൽ ബറക്കത്ത് കൊടുക്ക് അല്ലാ. പഠനത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്ക് ആഫിയത്ത് നൽകുക അല്ലാ. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്, പരിപൂർണ മഗ്ഫിറത്ത് നൽകുക അല്ലാ. ഹറാമുകളിലേക്ക് ഞങ്ങളെ അടുപ്പിക്കല്ല അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. റഹ്മാനെ, വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. ഇൽമിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അമലിനുള്ള തൗഫീഖ് നൽകുക അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.